ഇന്ന് നമുക്ക് പൂവൻ പഴം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം തയ്യാറാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഇതിനു വേണ്ടി ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കണം. ഞാനിവിടെ 300 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര നന്നായി ഉരുകി വന്നിട്ടുണ്ട്. നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ശർക്കര പാനി അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് 250 ഗ്രാം പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഈ പഴം നമുക്കൊന്ന് ചെറുതായി കട്ട് ചെയ്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അപ്പം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് പഴമൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. വെള്ളം ചേർക്കാതെയാണ് ഞാൻ ഈ ഒരു പഴം അടിച്ചെടുക്കുന്നത്. അപ്പം ഞാനിവിടെ പഴം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചുവട് കട്ടിയുള്ള പാത്രം വെച്ച് പാത്രം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു തേങ്ങാക്കൊത്ത് ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും ഈ ഒരു എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും പാനിൽ നിന്ന് മാറ്റാം. ഇനി ഇതേ നെയ്യിൽ തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച പഴം ചേർത്ത് ഒന്ന് വഴച്ചെടുക്കണം. പഴം ചേർക്കുന്ന സമയത്ത് തീ കുറച്ച് വെക്കുക, എന്നിട്ട് വേണം പഴം ചേർക്കാൻ വേണ്ടിയിട്ട്. പഴം ചെറുതായി ഒന്ന് വഴച്ചതിന് ശേഷം നമ്മൾ അരിച്ച് വെച്ച ശർക്കരപ്പാനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ശർക്കരപ്പാനിയും പഴം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വറ്റി വരുന്നത് വരെ നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ശർക്കരപ്പാനിയും പഴവും നന്നായിട്ട് മിക്സായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് 2ാം പാലും 1 കപ്പ് 1ാം പാലുമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു തേങ്ങയിൽ നിന്നെടുത്ത 1ാം പാലും 2ാം പാലുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് 1 കപ്പ് 2ാം പാല് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ 2ാം പാല് ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമുക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കുക. നല്ല കട്ടിയുള്ള 1ാം പാല് തന്നെ എടുക്കണം. അപ്പോൾ ഈ ഒരു 1ാം പാല് കൂടി ചേർത്ത് നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1ാം പാല് കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ പായസം നന്നായിട്ട് കുറുകി നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ പൂവൻ പഴം വെച്ചിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണിത്. അപ്പോൾ പൂവൻ പഴം ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.